നമസ്കാരം. പ്രൈം ട്യൂട്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. 6ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റിലെ ഏൻഷ്യൻ ഇന്ത്യയെ കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ 7ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റിലെ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ചാണ് പറയുന്നത്. മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ഫുൾ കവർ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഈ ഒരു ബുക്കിൽ 7th സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ആ ലെവലിലുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് ട്രേസിംഗ് ചേഞ്ചസ് ത്രൂ എ 1000 ഇയേഴ്സ്. അപ്പൊ 1000 ഇയേഴ്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ മെഡീവൽ പീരീഡിനെയാണ്. ഒരു 8th തൊട്ട് 18th സെഞ്ചുറി വരെയുള്ള ആ ഒരു പീരീഡിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു അതിനെ കുറിച്ചൊക്കെയാണ് നമ്മളൊന്ന് വിശകലനം ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മെഡീവൽ ഇന്ത്യൻ പീരീഡിൽ എന്തൊക്കെ നടന്നു എന്നുള്ള ജസ്റ്റ് ഒരു ബേസിക് ഇൻഫർമേഷൻ ആണ്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പൊ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഒരു മാപ്പ് കാണിച്ചിട്ടുണ്ട്. 1154 സെഞ്ചുറിയിൽ ഒരു അറബ് ജിയോഗ്രഫർ വരച്ച ഇന്ത്യയുടെ മാപ്പാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ആ മാപ്പിന് ഇന്നത്തെ ഇന്ത്യയുമായിട്ട് ഒരു സാദൃശ്യവുമില്ല. എങ്ങനെയൊക്കെയോ അന്നത്തെ അദ്ദേഹത്തിന്റെ ബുദ്ധി വെച്ച് വരച്ച ഒരു മാപ്പാണ്. അതിൽ നോർത്ത് ഭാഗത്താണ് ശ്രീലങ്ക വരച്ചിരിക്കുന്നത്, സൗത്ത് ഇന്ത്യ വരുന്ന സ്ഥലത്ത് നോർത്ത് ഇന്ത്യ, അങ്ങനെ കുറെ മിസ്റ്റേക്കുകളുണ്ട്. പിന്നീട് 1720 ഒരു ഫ്രഞ്ച് കാർട്ടോഗ്രാഫർ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഒരു മാപ്പ് വരയ്ക്കുന്നുണ്ട്. അത് ഇന്നത്തെ മാപ്പുമായിട്ട് ഏകദേശം സാമ്യതയുണ്ട്. അടുത്ത പേജിൽ ആ ഒരു മാപ്പും കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മാപ്പ് പിന്നീട് വന്ന യൂറോപ്യന്മാരും മറ്റ് സെയിലേഴ്സ് ഒക്കെ കുറെ കാലത്തേക്ക് ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എടുത്തു പറയുന്നത് കാർട്ടോഗ്രാഫർ എന്ന് പറയുന്ന ഒരു വാക്കാണ്. കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ആരാണോ മാപ്പുകൾ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തെയാണ് നമ്മൾ കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത്. അപ്പോൾ ദ പേഴ്സൺ ഹു മേക്സ് മാപ്പ്, അതാണ് കാർട്ടോഗ്രാഫർ. ഇനി ഈ ചാപ്റ്ററിൽ പറയുന്നത് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ എന്നുള്ള പേരുകളൊക്കെ നമ്മുടെ രാജ്യത്തിന് എങ്ങനെ വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മുഴുവൻ രാജ്യത്തിനെ ഒരു നേഷൻ സ്റ്റേറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു പേര് ഉപയോഗിക്കുന്നതെങ്കിൽ പണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിരുന്നത് ഈ പഞ്ചാബ്, ഹരിയാന അല്ലെങ്കിൽ ഗംഗ, യമുന നദികൾക്കിടയിലുള്ള റീജിയനെ മാത്രമായിരുന്നു. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേര് ഇൻഡസ് നദിയിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ നമ്മൾ 6ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റിൽ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ മിൻഹജ് സിറാജ് എന്ന് പറയുന്ന 13th സെഞ്ചുറിയിലെ ഒരു ക്രോണിക്ലർ, ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ പല ബുക്കുകളിലും ഇന്ത്യ എന്ന് പറയുന്ന പേര് ഉപയോഗിക്കുന്നത് ഡൽഹി സുൽത്തനേറ്റിന്റെ കീഴിൽ വരുന്ന ഡൊമിനിയൻസിനെ സൂചിപ്പിക്കാനാണ്, അല്ലെങ്കിൽ ഈ പഞ്ചാബ്, ഹരിയാന അല്ലെങ്കിൽ ഗംഗ, യമുന നദികൾക്കിടയിലുള്ള ആ ഒരു റീജിയനെ സൂചിപ്പിക്കാനാണ് ഇന്ത്യ എന്ന് പറയുന്ന പദത്തിനെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അന്നൊന്നും ഇന്ത്യ എന്ന് പറയുമ്പോൾ ഈ സൗത്ത് ഇന്ത്യ ആ ഒരു ഭാഗമൊന്നും നമ്മൾ ഉൾപ്പെടുത്തില്ലായിരുന്നു. ആ ഒരു നോർത്തിലെ സുൽത്തനേറ്റ് ഭാഗത്തെയാണ് മെയിൻ ആയിട്ടും ഇന്ത്യ എന്ന് ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ബാബറിന്റെ കാലഘട്ടമൊക്കെ തുടങ്ങിയപ്പോൾ, മുഗൾ ഡൈനാസ്റ്റിയുടെ ഭരണമൊക്കെ തുടങ്ങിയപ്പോൾ ബാബർ ഹിന്ദുസ്ഥാൻ എന്ന അദ്ദേഹത്തിന്റെ ബാബർ നാമയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഹിന്ദുസ്ഥാൻ എന്ന ബാബർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, നമ്മുടെ ആ ഒരു മെയിൻ ജോഗ്രഫി അടിസ്ഥാനത്തിലുള്ള ഇന്ത്യൻ മെയിൻലാൻഡിനെയാണ്. അപ്പൊ കുറച്ചും കൂടി ഒരു വിസ്താരമുള്ള ഒരു ലാൻഡിനെയാണ് ബാബർ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ 14th സെഞ്ചുറി പോയറ്റ് ആയിരുന്ന അമീർ ഖുസ്രോ ഹിന്ദ് എന്ന് പറയുന്ന ഒരു വേർഡ് പല പോയത്തിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഹിന്ദ് എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാബർ ഹിന്ദുസ്ഥാൻ എന്ന് പ്രയോഗിച്ച പോലത്തെ ഏകദേശം മീനിങ് ആണ്. അതായത് ഇവിടുത്തെ ജോഗ്രഫി, ഇവിടുത്തെ ആൾക്കാരുടെ കൾച്ചർ, അതൊക്കെയാണ് ഹിന്ദ് എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ട് അമീർ ഖുസ്രോ ഉദ്ദേശിച്ചത്. ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന വേർഡിനുള്ള ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു നാഷണൽ ഐഡന്റിറ്റി ഒന്നും അന്ന് ഇല്ല. അപ്പൊ അന്നും ഇന്ത്യ, ഹിന്ദുസ്ഥാൻ, ഹിന്ദ് എന്നുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇന്ന് പറയുന്ന പോലെ ഒരു ഹോൾ നേഷൻ സ്റ്റേറ്റ് എന്നുള്ള രീതിയിലല്ല അന്ന് ഈ പദങ്ങളെല്ലാം ഉപയോഗിച്ചിരുന്നത്. അപ്പൊ മെഡീവൽ ഇന്ത്യയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹിസ്റ്റോറിയൻസ് ലഭിച്ചിട്ടുള്ള സോഴ്സസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോയിൻസ്, ഇൻസ്ക്രിപ്ഷൻസ്, ആർക്കിടെക്ചർ, ഹോളി ടെക്സ്റ്റ്, ക്രോണിക്കിൾസ് ഓഫ് റൂളർ, ലെറ്റേഴ്സ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് സെയിൻസ്. അപ്പൊ ഇതിൽ ചിലതൊക്കെ നമുക്ക് ഏൻഷ്യൻ ഇന്ത്യയിലും കിട്ടിക്കൊണ്ടിരുന്ന സോഴ്സ് ആണ്. പക്ഷെ ചില ലെറ്റേഴ്സ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് സെയിൻസ് ഇതെല്ലാം മെഡീവൽ പീരീഡിലാണ് കൂടുതൽ കിട്ടുന്നത്. അതുപോലെ പെറ്റീഷൻസ് ആൻഡ് ജുഡീഷ്യൽ റെക്കോർഡ്സ്, നമ്മുടെ യൂറോപ്യൻസ് വന്നതിൽ പിന്നെയാണ് കോർട്ടുകളൊക്കെ സ്ഥാപിക്കാൻ തുടങ്ങിയതും ഇതുപോലത്തെ ജുഡീഷ്യൽ റെക്കോർഡുകളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങിയതും. പല കോർട്ടുകൾക്കും ആർക്കൈവുകളുണ്ട്. ആർക്കൈവ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ആർക്കൈവുകളിൽ നിന്ന് നമുക്ക് ഒത്തിരി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അക്കൗണ്ടുകൾ, ടാക്സുകൾ, ഇതിന്റെയൊക്കെ രജിസ്റ്റർ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അന്നത്തെ കാലത്തെ ടാക്സ് പിരിച്ചത് എന്തൊക്കെയാണ്, എത്ര രൂപയായിരുന്നു, അങ്ങനത്തെ അറിവുകളൊക്കെ ലഭിക്കും. അപ്പോൾ ഒത്തിരി സോഴ്സസ് നമ്മുടെ
ഏൻഷ്യന്റ് ഹിസ്റ്ററി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കാൻ ഒത്തിരി സോഴ്സസ് അവൈലബിൾ ആണ്. ഇനി ഇവിടെ മാന്യൂസ്ക്രിപ്റ്റ് എഴുതുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് പ്രിന്റിംഗ് പ്രസ് ഒന്നുമില്ല, ഒരാൾ കഷ്ടപ്പെട്ട് ഇരുന്ന് തന്നെ ഈ താളിയോലകളൊക്കെ എഴുതാം. അപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ഒരു താളിയോലയുടെ കോപ്പീസ് ഉണ്ടാക്കുന്നത് ഇതുപോലെ കുത്തിയിരുന്ന് എഴുതിയിട്ടാണ്. അപ്പൊ അങ്ങനെ മാനുസ്ക്രിപ്റ്റ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ആൾക്കാരുണ്ട്, നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള വളരെ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ സ്ക്രൈബ്സ് എന്നാണ് വിളിക്കുന്നത്, SCRIBES. അപ്പോൾ ഈ മാനുസ്ക്രിപ്റ്റ് ഒരാൾ മുഴുവൻ നോക്കി എഴുതി കഴിയുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ എറർ ഉണ്ടാകും. ചിലപ്പോൾ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയെന്നിരിക്കാം. അപ്പോൾ ഒരു ഒറിജിനൽ വർക്ക് പയ്യെ പയ്യെ കോപ്പി ചെയ്ത് മാറി മാറി വരുമ്പോൾ അവസാനം ഒറിജിനലിനേക്കാളും വ്യത്യാസം ഉണ്ടാവും കോപ്പി ചെയ്ത് കൈമാറിപ്പോയ ചില വർക്കുകൾ. അപ്പൊ ഇവിടെ പേർഷ്യൻ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പേർഷ്യൻ പോലുള്ള ഭാഷകളൊക്കെ പല ഹാൻഡ് റൈറ്റിംഗിലുള്ള ആൾക്കാരൊക്കെ എഴുതിയൊക്കെ വരുമ്പോൾ ചില മാനുസ്ക്രിപ്റ്റുകളൊക്കെ വായിക്കാൻ എളുപ്പമായിരിക്കും, ചിലത് വായിക്കാൻ പാടായിരിക്കും. അപ്പൊ രണ്ട് മെയിൻ ആയിട്ടുള്ള സ്റ്റൈലുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. റൈറ്റിംഗ് സ്റ്റൈലാണ് ഒന്ന്. നസ്തലിക് എന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ് നസ്തലിക്. ഈ സ്റ്റൈല് വളരെ കേഴ്സീവ് ആയിട്ട് നല്ല ഭംഗിയിൽ എഴുതുന്ന ഒരു സ്റ്റൈലാണ് നസ്തലിക് എന്ന് പറയുന്ന സ്റ്റൈല്. അത് വായിക്കാനും എളുപ്പമാണ്. ഇനി ഷിക്കസ്തെ എന്ന് പറയുന്നൊരു സ്റ്റൈലുണ്ട്, ഷിക്കസ്തെ. ഈ സ്റ്റൈല് കുറച്ച് ഡെൻസർ ആയിരിക്കും, അടുപ്പിച്ചടുപ്പിച്ച് എഴുതുന്നതാണ്, വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും വായിക്കാൻ. അപ്പോൾ ഓരോ മാനുസ്ക്രിപ്റ്റ് എഴുതുന്ന സ്ക്രൈബ്സിനെ അനുസരിച്ച് അതിന്റെ റൈറ്റിംഗ് സ്റ്റൈലും മാറും. അതുപോലെ ചില ഓതേഴ്സ് അല്ലെങ്കിൽ ക്രോണിക്ലേഴ്സ് ഒക്കെ അവരെഴുതിയ വർക്ക് തന്നെ പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം മാറ്റി എഴുതാം. അപ്പോൾ ഇതിൽ ഏതാണ് ഒറിജിനൽ എന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് 14th സെഞ്ചുറി ക്രോണിക്ലർ ആയിരുന്ന സിയാവുദ്ദീൻ ബരാനി എന്ന് പറയുന്ന ആള്, അദ്ദേഹം 1356 ഒരു ബുക്ക് എഴുതുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞിട്ട് അതിന്റെ തന്നെ ഒരു റിവൈസ്ഡ് വേർഷൻ, ആദ്യത്തിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമായ റിവൈസ്ഡ് വേർഷനും അദ്ദേഹം ഇറക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1960s ഒക്കെ വരെ ഈ ആദ്യത്തെ വേർഷനെ കുറിച്ച് നമുക്ക് ഒരു അറിവ് പോലും ഇല്ലായിരുന്നു. ആ വേർഷൻ കണ്ടു കിട്ടാനേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു വേർഷൻ ആദ്യം എഴുതിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു വേർഷൻ എഴുതുന്നത്. അപ്പൊ രണ്ടും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ സോഴ്സ് കിട്ടിയാലാണ് നമുക്ക് ഇങ്ങനെയുള്ള അറിവുകളൊക്കെ ലഭിക്കുകയുള്ളൂ. ഇനി മെഡീവൽ കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് പുതിയ ടെക്നോളജീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി ട്രാവലേഴ്സ് ഒക്കെ നമ്മുടെ രാജ്യത്ത് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവര് വഴിയും അല്ലെങ്കിൽ മറ്റ് ഇൻവേഷന് വേണ്ടി വന്നവർ വഴിയും ഒക്കെ ഒത്തിരി ടെക്നോളജീസ്, ഒത്തിരി ഫുഡ് ആൻഡ് ബിവറേജസ് ഒക്കെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇറിഗേഷൻ ഉപയോഗിക്കുന്ന പേർഷ്യൻ വീല്, നെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പിന്നിങ് വീല്, അതുപോലെ കോമ്പാറ്റിനുള്ള ഫയർ ആർംസ്, നമ്മുടെ തോക്ക്, ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് ഈ ഒരു മെഡീവൽ പീരീഡിലാണ്. അതൊക്കെ ഇന്ത്യയിൽ എത്തുകയും ചെയ്തു. അതുപോലെ ഫുഡ് ആൻഡ് ബിവറേജസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യയിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? പൊട്ടറ്റോ, കോൺ, ചില്ലി, ടീ, കോഫി. ഈ ടീ, കോഫി എന്നൊന്നും പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ചെടികളല്ല, അതെല്ലാം പുറത്തു നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ മെഡീവൽ പീരീഡിലാണ് ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അതുപോലെ മെഡീവൽ പീരീഡിലാണ് പുതിയ ചില കമ്മ്യൂണിറ്റീസ് ഒക്കെ എമർജ് ചെയ്യുന്നത്. രാജ്പുത്ത്, മറാഠ, സിഖ്, ജട്ട്, അഹം, കായസ്ഥ എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിറ്റികൾ എമർജ് ചെയ്യുന്നത് ഈ മെഡീവൽ പീരീഡിലാണ്. പ്രത്യേകിച്ച് രാജ്പുത്ത് പോലുള്ള കമ്മ്യൂണിറ്റികൾ, അവര് ഏൻഷ്യന്റ് ഹിസ്റ്ററിയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് എവിടെ നിന്നോ ഒരു വാരിയർ ക്ലാസ് ആയിട്ട് ഉയർന്നു വന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് രാജ്പുത്ത് എന്ന് പറയുന്നത്. അപ്പൊ അവരവകാശപ്പെടുന്നത് അവർ ക്ഷത്രിയന്മാരാണ് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ക്ഷത്രിയ ക്ലാസ് ആയിട്ട് ഇവർക്ക് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരവൊന്നും അവർക്ക് തരാനില്ല. എന്നാലും രാജ്പുത്ത് പറയുന്നത് അവര് ക്ഷത്രിയ ക്ലാസ് ആണ്, അവര് വാരിയർ ക്ലാസ് ആണ് എന്ന് പറഞ്ഞാൽ നല്ല പ്രതാപമായിട്ട് നിൽക്കുന്ന ഫാമിലീസ് ആണ് ഈ രാജ്പുത്ത് ഫാമിലി. അപ്പോൾ രാജ്പുത്ത് എന്ന് പറഞ്ഞ ഒത്തിരി ഫാമിലികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉയർന്നു വരുന്നത്. അതിൽ മറാഠാസ്, സിഖ്, ജട്ട്, അഹം എന്ന് പറയുന്നത് നമ്മുടെ ആസാം ഏരിയയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതുപോലെ കായസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ മാനുസ്ക്രിപ്റ്റ് കോപ്പി ചെയ്യുന്ന സ്ക്രൈബ്സ് ഉണ്ടല്ലോ, അവര് അവസാനം വലിയൊരു കമ്മ്യൂണിറ്റി ആയി മാറുന്ന, ഒരു കാസ്റ്റ് പോലെ ആയി മാറിയതാണ് കായസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ കുറെ കമ്മ്യൂണിറ്റീസ് എമർജ് ചെയ്യുന്നതും ഈ ഒരു മെഡീവൽ ഇന്ത്യൻ ടൈമിലാണ്. അപ്പൊ ഈ മെഡീവൽ ഇന്ത്യൻ പീരീഡിൽ പുതിയ കുറെ സിറ്റീസ് ഉയർന്നു വന്നു, പുതിയ കുറെ രാജ്യങ്ങൾ ഉയർന്നു വന്നു. അപ്പോൾ ഫോറസ്റ്റ് ഏരിയ മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്ത് അവിടെയൊക്കെ സെറ്റിൽമെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫോറസ്റ്റിൽ ജീവിച്ചിരുന്ന ഡ്വെല്ലേഴ്സ് അവരെന്ത് ചെയ്തു? അവർ പയ്യെ കാടിന് വെളിയിലേക്ക് ഇറങ്ങി ഒരു പെസൻട്രി ക്ലാസ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. അപ്പൊ കുറെ പേരൊക്കെ കാടിന്റെ അകത്ത് തന്നെ ഇരുന്നു, അവരൊക്കെ പിന്നീട് ട്രൈബൽസ് ആയി.
കുറച്ച് പേര് ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് ആയിട്ടുള്ളവര് പുറത്തിറങ്ങി അഗ്രികൾച്ചർ ചെയ്യാൻ തുടങ്ങി, പെസൻട്രി ക്ലാസ് ആയി. ഇവര് പെസൻസ് ആവുന്നതാണ് രാജാക്കന്മാർക്കും ഉപയോഗം. കാരണം ഇവര് പെസന്റ് ആയി അഗ്രികൾച്ചർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈൽഡ് കിട്ടിക്കഴിഞ്ഞാൽ രാജാവിന് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ പെസൻട്രി ക്ലാസ് ഉള്ളതാണ് രാജാവിന് ഗുണം. അപ്പൊ ഓരോ ജാതിയിൽപ്പെട്ട ആൾക്കാരും അവരുടേതായിട്ടുള്ള ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കാസ്റ്റ് സിസ്റ്റം വളർന്നു. കാസ്റ്റ് സിസ്റ്റത്തിന്റെ അകത്ത് തന്നെ സബ് കാസ്റ്റുകൾ രൂപീകരിച്ചു. ഒരു ജാതിക്കകത്ത് തന്നെ സബ് കാസ്റ്റുകൾ രൂപീകരിക്കുവാണ്. അപ്പോൾ ഒരു റീജിയനിൽ ഒരു ജാതിക്ക് വളരെ ഹൈ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണെങ്കിൽ ചിലപ്പോൾ വേറൊരു റീജിയനിൽ ഈ ജാതി എന്ന് പറയുന്നത് മൈനോറിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ അവർക്ക് കുറച്ച് സ്റ്റാറ്റസ് കുറവായിരിക്കും. അങ്ങനെ പല പല ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചറുകളൊക്കെ രൂപപ്പെടുന്നത് ഈ മെഡീവൽ ആയിട്ടുള്ള ടൈമിലാണ്. അപ്പൊ ഇങ്ങനെ ദൃഢതയുള്ള ജാതികൾ ഉണ്ടായതോട് കൂടിയിട്ട് ജാതീസ് അവർക്ക് വേണ്ടിയിട്ടുള്ള റൂൾസ് ഫോർമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു ജാതിയിൽപ്പെട്ട ആൾക്കാര് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് ഒരു ജാതി പഞ്ചായത്തിലായിരിക്കും. ഈ ജാതി പഞ്ചായത്തില് ഈ ജാതിയിൽ പെടുന്ന ആൾക്കാരെല്ലാവരും കൂടി ഒത്തുചേരുന്നു. അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവർ പരിഹരിക്കുന്നു. പണിഷ്മെന്റുകൾ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ആ ജാതി പഞ്ചായത്തിന്റെ ഒരു തലവൻ കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഡെവലപ്പായി വന്നു. ഇന്നും നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ഈ ജാതി പഞ്ചായത്ത് അല്ലെങ്കിൽ ഖാപ് പഞ്ചായത്ത് ഒക്കെ നിലവിലുണ്ട്. ഒരു പ്രദേശത്തെ കിങ് ആണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ വെറും രാജാവ് എന്നാണ് വിളിക്കുക. പക്ഷേ ഒരു സാമ്രാജ്യത്തിന്റെ അധിപതിയാണെങ്കിൽ നമ്മൾ ചക്രവർത്തി എന്ന് വിളിക്കും. അപ്പോൾ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിലെ തന്നെ ഗിയാസുദ്ദീൻ ബൽബാൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് എഴുതിയ ഒരു സാൻസ്ക്രിറ്റ് പ്രശസ്തി നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ പ്രശസ്തിയിൽ പറയുന്നത് ഇദ്ദേഹത്തിന്റെ എംപയർ അല്ലെങ്കിൽ സാമ്രാജ്യം വളരെ വാസ്റ്റ് ആയിരുന്നു എന്നാണ്. അപ്പോൾ ബംഗാൾ തൊട്ട് അഫ്ഗാനിസ്ഥാനിലെ ഗസ്നി എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ ഈസ്റ്റ് ടു വെസ്റ്റ് സ്ട്രെച്ച് ഉണ്ടായിരുന്നു എന്നാണ് ആ ഒരു പ്രശസ്തിയിൽ പറയുന്നത്. അപ്പൊ ബംഗാളിനെ പണ്ട് ഗൗഡ എന്നാണ് വിളിക്കുന്നത്. ആ ബംഗാൾ ഏരിയനെ ഗൗഡ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇന്നുള്ള പല സ്ഥലങ്ങളുടെയും പഴയ പേരുകൾ എന്താണെന്ന് നമ്മൾ ഉറപ്പായും അറിഞ്ഞിരിക്കണം. എക്സാം പെർസ്പെക്റ്റീവിൽ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഗിയാസുദ്ദീൻ ബൽബാന്റെ വെസ്റ്റ് ടു ഈസ്റ്റ് സ്ട്രെച്ച് എന്ന് പറയുന്നത് ബംഗാൾ മുതൽ ഗസ്നി വരെയാണ്. അതുപോലെ സൗത്ത് ഇന്ത്യ മുഴുവൻ ഇദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു എന്നൊക്കെയാണ് ആ ഒരു സാൻസ്ക്രിറ്റ് പ്രശസ്തിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ ഗൗഡ, ആന്ധ്ര, കേരള, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഇവിടെയൊക്കെയുള്ള ആളുകൾ ഇദ്ദേഹത്തിന് കീഴടങ്ങി എന്നുമൊക്കെ ഈ ഒരു പ്രശസ്തിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ പ്രശസ്തി ആയതുകൊണ്ട് തന്നെ എത്രത്തോളം 100% കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ തന്നെയും കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ ശരിയായിരിക്കും. അതുപോലെ പല കവികളും ഇന്ത്യൻ മെയിൻലാൻഡിൽ ഉണ്ടായിരുന്ന ഡൈവേഴ്സിറ്റിയെ കുറിച്ച്, ഇവിടുത്തെ കൾച്ചറിനെ കുറിച്ച്, ലാംഗ്വേജിനെ കുറിച്ചൊക്കെ ഒത്തിരി എഴുതിയിട്ടുണ്ട്. 1318 അമീർ ഖുസ്രോ ഒരു പോയം എഴുതിയിട്ടുണ്ട്. കുറേ ലാംഗ്വേജിനെ കുറിച്ച് ആ ഒരു പോയത്തിൽ അമീർ ഖുസ്രു സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെ ലാംഗ്വേജ് ആണ്? സിന്ധി, ലാഹോരി, കാശ്മീരി, ദ്വാരസമുദ്രി. ദ്വാരസമുദ്രി എന്ന് പറയുന്നത് സദേൺ കർണാടകയിൽ സംസാരിച്ചിരുന്ന ലാംഗ്വേജ് ആണ്. അതുപോലെ ആന്ധ്രാപ്രദേശിലെ തെലങ്കാനി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഗുജറാത്തിലെ ഗുജാരി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നുണ്ട്. തമിഴ്നാട് ഏരിയയിലെ മാബാരി എന്ന് പറയുന്ന ലാംഗ്വേജ് ആയിരുന്നു. ഇന്നത്തെ മൽബാറി എന്നുള്ള രീതിയിലാണ് മാബാരി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുപോലെ ബംഗാളില് ഗൗരി, ഗൗഡ എന്നാണ് ബംഗാൾ ഏരിയയുടെ പേര്. അവിടെ ഗൗരി എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് സംസാരിച്ചിരുന്നത് എന്നാണ് അമീർ ഖുസ്രോ പറയുന്നത്. അതുപോലെ ഈസ്റ്റേൺ ഉത്തർപ്രദേശ് റീജിയൻ, ഈസ്റ്റേൺ ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ നമ്മുടെ അവധ് റീജിയൻ ആണ്. അവിടെ അവധി എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് സംസാരിച്ചിരുന്നത്. അതുപോലെ ഡൽഹിക്ക് ചുറ്റുമുള്ള ഏരിയയിൽ ആൾക്കാർ ഹിന്ദവി എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് സംസാരിച്ചിരുന്നത്. ഇതെല്ലാം അമീർ ഖുസ്രോവിന്റെ പോയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകളാണ്. അപ്പൊ മെഡിവൽ പീരീഡ് ആയപ്പോൾ ഏകദേശം എല്ലാ പ്രദേശങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഡിസ്റ്റിങ്ക്ട് ജോഗ്രഫിക്കൽ ഡയമെൻഷൻ, കൾച്ചറൽ ട്രഡീഷൻ, ലാംഗ്വേജ് ഇതൊക്കെ ഏകദേശം സെറ്റായി. പക്ഷേ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നതിന്റെയും ആ ഒരു കൾച്ചറൽ മിക്സിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് കുറെ ട്രഡീഷൻസ് ഒക്കെ ഷെയർഡ് ആയിട്ടും ഈ പ്രദേശങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുപോലെ പഴയതും പുതിയതുമായിട്ടുള്ള ഒത്തിരി മതങ്ങൾ, റിലീജിയൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ഈ മെഡീവൽ പീരീഡിലാണ്. അപ്പോൾ ഏൻഷ്യന്റ് ഇന്ത്യയിൽ നമ്മൾ പഠിച്ചതാണ് ബ്രാഹ്മണിക്കൽ റിലീജിയന്റെ ആ ഒരു ഫിലോസഫി ഒന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാര് ബുദ്ധിസം, ജൈനിസം, ആജീവിക പോലുള്ള പുതിയ റിലീജിയൻസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഏൻഷ്യന്റ് ഇന്ത്യ തീരാറായ സമയത്ത് ഈ ബുദ്ധിസം, ജൈനിസം ഒക്കെ ഡിക്ലൈൻ ആവുകയും ഹിന്ദുയിസം റിവൈവ് ചെയ്യുന്ന ഒരു പ്രോസസ്സും നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ മെഡീവൽ പീരീഡിലാണ് ഹിന്ദുയിസം കംപ്ലീറ്റ് ആയിട്ട് റിവൈവ് ചെയ്യുന്നത്. അതുപോലെ ഭക്തി മൂവ്മെന്റ് കൂടുതലായിട്ടും ബൂസ്റ്റ് ആവുന്നത് ഈ മെഡീവൽ പീരീഡിലാണ്.
ഭക്തി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രീസ്റ്റിന്റെയോ ഒരു പുരോഹിതന്റെയോ ഹെൽപ്പ് കൂടാതെ ഡയറക്റ്റ് ആയിട്ട് ഡിവോട്ടി നമ്മുടെ ഡയറ്റിയെ പ്രാർത്ഥിക്കുന്നതിനെയാണ്, ആ ഒരു കണക്ഷനെയാണ് ഭക്തി മൂവ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് വന്ന പല ദൈവങ്ങളെയും ഓരോരുത്തര് ഭക്തി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ആരാധിക്കാൻ തുടങ്ങി. അവർക്ക് വേണ്ടി പുതിയ ടെമ്പിൾസ് പണിയാൻ തുടങ്ങി. അവര് ദൈവങ്ങളുടെ പേര് പറഞ്ഞ പല സെക്റ്റുകളായിട്ട് തിരിയാൻ തുടങ്ങി. വൈഷ്ണവൈറ്റ്, ഷൈവൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ആൾവാർ, നായന്മാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെക്റ്റുകളായിട്ട് തിരിയാൻ തുടങ്ങി. 7th സെഞ്ചുറി ആയപ്പോഴേക്കും പല അറബ് മെർച്ചന്റ്സ്, ട്രാവലേഴ്സ് ഇവരൊക്കെ ഇസ്ലാം ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പല റൂളേഴ്സും ഇസ്ലാമിന്റെ പാട്രോൺസ് ആയിട്ട് പിന്നീട് മാറി. അപ്പോൾ വൺ ഗോഡ് അല്ലെങ്കിൽ ഒറ്റ ദൈവമേ ഉള്ളൂ, അള്ളാഹ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാർ ഹിന്ദുയിസവും മറ്റ് ബുദ്ധിസം, ജൈനിസവും ഒക്കെ വേണ്ട എന്ന് വെച്ചിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. ഇപ്പൊ ഹിന്ദുയിസം പോലെ തന്നെ ഇസ്ലാം മതത്തിനെയും പലരും പല രീതിയിലാണ് ഇന്റർപ്രറ്റ് ചെയ്തത്. മെയിൻ ആയിട്ട് 2 കാറ്റഗറി ഓഫ് ഫോളോവേഴ്സ് ആണ് ഇസ്ലാം മതത്തിനുള്ളത്, സുന്നി മുസ്ലിംസും ഷിയ മുസ്ലിംസും. അപ്പൊ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ക്ലാഷുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പല തരത്തിലുള്ള ഇസ്ലാം സ്കൂൾ ഓഫ് ലോസ് ഒക്കെ രൂപപ്പെട്ടു. ഇന്ത്യയിൽ മെയിൻ ആയിട്ടുള്ള ഇസ്ലാം സ്കൂൾ ഓഫ് ലോസ് എന്ന് പറയുന്ന ഹനാഫി, ഷാഫി എന്നൊക്കെ പറയുന്ന മുസ്ലിം സ്കൂൾ ഓഫ് ലോ ആണ്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്നത് 3 കാലഘട്ടങ്ങളിലായിട്ടാണ്. ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി, മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. പക്ഷേ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ഇതിനെ വേറൊരു രീതിയിലാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ മുഴുവനും ഹിന്ദു റൂളേഴ്സിന്റെ കീഴിലുള്ള ഒരു ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ മാത്രമേ അവർ കാണുന്നുള്ളൂ. അതുപോലെ മെഡീവൽ പീരീഡ് എന്ന് പറയുന്ന ഒരു മുസ്ലിം കാലഘട്ടമാണ്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടമാണ് എന്നുള്ള രീതിയിലാണ് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ആക്ച്വലി കറക്റ്റ് അല്ല. ബിക്കോസ് പല ഭരണങ്ങളൊക്കെ മാറി വരും, അല്ലെങ്കിൽ ഭരിക്കുന്നവരുടെ ഒരു റിലീജിയൻ വെച്ചിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ഒരിക്കലും ആപ്റ്റ് അല്ല. അവിടെ ഭരിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ സബ്ജക്ട്സ് എന്ന് പറയുന്നത് പല കൾച്ചറൽ ഐഡന്റിറ്റീസ് ഉള്ളവരാണ്. അവർ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ടൈം നമ്മൾ ഒരിക്കലും മുസ്ലിം ഡൈനാസ്റ്റികളുടെ കീഴിലുള്ള റൂൾ എന്നുള്ള രീതിയിൽ പഠിക്കരുത്. ഇവിടെ വന്ന ചേഞ്ചുകളെ കുറിച്ച്, പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റുകൾ എന്തൊക്കെ വന്നു, ആൾക്കാർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ, അതുപോലെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആസ്പെക്ട്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ ഹിസ്റ്ററി പഠിക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മെഡീവൽ, മോഡേൺ എന്നൊക്കെ എടുത്തു പറയുന്നത്. മോഡേൺ എന്ന് പറയുമ്പോൾ ആൾക്കാരും കുറച്ചും കൂടി സിവിലൈസ്ഡ് ആയി, പുതിയ ടെക്നോളജിക്കൽ ഇന്റലക്ച്വൽ അഡ്വാൻസ്മെന്റ്സ്, അങ്ങനെ പല കാര്യങ്ങളും, എഡ്യൂക്കേഷൻ രംഗത്തൊക്കെ വളരെ പുരോഗതിയൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ഹിസ്റ്ററി പഠിക്കണം എന്നാണ് ഈ ചാപ്റ്ററിന്റെ അവസാനം പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ബുക്കിൽ നമ്മൾ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ചാണ് ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും ജസ്റ്റ് ഒരു ബേസ് തരുന്ന ഒരു ടെക്സ്റ്റ് ആണ്. മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ചുള്ള ഒരു ബേസ് തരുന്ന ടെക്സ്റ്റ് ആണ് NCERT 7th സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക്. പിന്നെ അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്, ഒത്തിരി ഇൻഫർമേഷൻ നൽകുന്ന ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ സിനോപ്സിസ് ഒക്കെ എഴുതി വെച്ച് തന്നെ ഈ വീഡിയോസ് നിങ്ങൾ കാണണം. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആ ഓർഡറിൽ തന്നെ കണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും എളുപ്പമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് കമന്റ് ബോക്സിൽ പറയുക, ഞാൻ എല്ലാം വായിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളിത് ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.